പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സ്നേഹമാകുന്നു. സർവശക്തനായ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ദോഷവും തട്ടുവാൻ അവൻ സമ്മതിക്കത്തില്ല. നമുക്ക് ദൈവജനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. അവിടെ ദാനിയേൽ പ്രവാചകൻ ദാര്യാവിഷ് രാജാവിനോട് പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ദാനിയേൽ പ്രവാചകൻ്റെ പ്രത്യേകത, ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദാര്യാവേഷ് രാജ്യം ഭരിക്കേണ്ടതിന് 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിച്ചു. 3 അധ്യക്ഷന്മാരിൽ ഒരാളായ ദാനിയേൽ പ്രവാചകൻ മറ്റുള്ള എല്ലാവരെക്കാട്ടിലും വിശിഷ്ടനായി വിളങ്ങി. അത് ബാക്കിയുള്ള 122 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർ ദാനിയേൽ പ്രവാചകനിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിച്ചു. പക്ഷെ ഒരു കുറ്റവും ദാനിയേൽ പ്രവാചകനിൽ അവർ കണ്ടില്ല. ആയതിനാൽ അവർ ദാര്യാവേഷ് രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ വേറെ ആരോടെങ്കിലും അപേക്ഷ കഴിക്കുന്നവരെ സിംഹഗുഹയിൽ ഇടണമെന്നുള്ളൊരു നിയമം രേഖാമൂലം എഴുതി വെക്കണമെന്ന് പറഞ്ഞു. രാജാവ് അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നാൽ ദാനിയേൽ ഇതറിഞ്ഞിട്ടും പതിവ് പോലെ ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇത് കണ്ട പുരുഷന്മാർ ദാര്യാവേഷ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവ് കൽപ്പിച്ച നിയമത്തിന് വിപരീതമായി ദാനിയേൽ ചെയ്തിരിക്കുന്നു. അവരുടെ നിർബന്ധപ്രകാരം ദാനിയേലിനെ ദാര്യാവേഷ് രാജാവ് സിംഹഗുഹയിലിട്ടു. ഗുഹയുടെ വാതിൽക്കൽ ഒരു കല്ലും വെച്ചു. പിറ്റേ ദിവസം രാജാവ് സിംഹത്തിൻ്റെ ഗുഹയുടെ അടുക്കൽ വന്ന് ദാനിയേലേ എന്ന് വിളിച്ചു. ദാനിയേൽ വിളി കേട്ടു. അതിനുശേഷം ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. പ്രാർത്ഥിക്കുന്നവന് ഉറപ്പോടെ പറയാൻ പറ്റും, ദൈവസന്നിധിയിൽ ഞാൻ നിർമ്മലനാണ്. യേശുവുമായി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു ദുഷ്പ്രവർത്തികളും ചെയ്യാൻ സാധിക്കത്തില്ല. എപ്പോഴും തന്നെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം ദാനിയേൽ പ്രവാചകൻ ഉണ്ടായിരുന്നു. അതെങ്ങനെ സാധിക്കും? താൻ ദൈവകൃപയിൽ ആശ്രയിച്ചു, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. പ്രിയമുള്ളവരെ, ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവസാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപിരിയാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് പറയാൻ സാധിക്കും, ഞാൻ ദൈവസന്നിധിയിൽ നിർമ്മലനാണെന്നും. പിന്നീട് ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കുന്നവൻ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവനായിരിക്കുക മാത്രമല്ല, താൻ ആയിരിക്കുന്ന രാജ്യത്തിനും രാജ്യത്തിലെ ഭരണകർത്താക്കൾക്കും ഒരു ദോഷവും ചെയ്യാത്തവനായിരിക്കും. അങ്ങനെയുള്ളവർ പ്രതികൂലത്തിൻ്റെ അകപ്പെട്ടാലും കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് വേണ്ടി ഇറങ്ങും. അങ്ങനെയുള്ള ദാനിയേൽ സിംഹഗുഹയിൽ വീണപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കുക, യേശുവുമായി കണക്റ്റഡ് ആയിരിക്കുക. ഒരു പ്രശ്നവും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഒരു പ്രതികൂലത്തിനും നമ്മെ തകർത്ത് കളയുവാൻ സാധിക്കുകയില്ല. യേശുവുമായി പരിശുദ്ധാത്മാവുമായിട്ട് പിതാവായ ദൈവവുമായി എപ്പോഴും ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നടക്കുക. അങ്ങനെയുള്ളവർ ഹൃദയത്തിൽ നിന്ന് അവർക്ക് പറയാൻ സാധിക്കും, ഞാൻ ദൈവസന്നിധി നിർമ്മലനാണെന്ന്. അങ്ങനെയുള്ളവർ താനായിരിക്കുന്ന രാജ്യവുമായി ബന്ധപ്പെട്ടും താൻ ഒരു ദോഷവും ചെയ്യാത്തവരായിരിക്കും. താൻ ആർക്കും ഒരു ദോഷം ചെയ്യുകയോ അങ്ങനെയുള്ളവർ ഒരു ദോഷം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവരായിരിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരായിരിക്കുക, ക്രിസ്തുവുമായി കണക്റ്റഡ് ആയിരിക്കുക. അങ്ങനെയുള്ളവർ ധൈര്യമായിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഏത് സാഹചര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും
പുറത്തു കൊണ്ടുവന്ന് അത്ഭുത വിഷയമായി മാറും. നാം വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന രാജ്യം മുഴുവൻ പറയത്തക്കവണ്ണം, രാജാവ് ഉൾപ്പെടെ പറയത്തക്കവണ്ണം ദൈവപ്രവൃത്തി നമ്മളിലൂടെ നടക്കും. ഏത് പ്രതികൂലമായാലും പ്രാർത്ഥന വിട്ടുകളെ. ദാനിയേൽ പ്രവാചകൻ തനിക്കെതിരെ രേഖാമൂലം നിയമം അവർ ഉണ്ടാക്കിയെങ്കിലും താൻ അറിഞ്ഞിട്ടും താൻ പ്രാർത്ഥന മുടക്കിയില്ല. പതിവ് പോലെ താൻ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. താൻ ഭയപ്പെട്ടിരുന്നില്ല. 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കണ്ട എന്ന് വെച്ചിരുന്നില്ല. താൻ പതിവ് പോലെ പ്രാർത്ഥിച്ചു. പ്രതികൂലങ്ങളുടെ മുമ്പിലായിരിക്കും, പ്രശ്നങ്ങളുടെ മുമ്പിലായിരിക്കും, ഞാൻ ഉറപ്പോടെ പറയുക, പ്രാർത്ഥിക്കുക. യേശുവുമായി കണക്റ്റഡ് ആയിരിക്കുക, പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആയിരിക്കുക, എപ്പോഴും ക്രിസ്തുവുമായി കണക്റ്റഡ് ആയിരിക്കുക. അങ്ങനെയുള്ളവർ ജയാളികളായിത്തീരും. നമ്മുടെ യേശുവിനെ ലോകം അറിയുവാൻ ഇടയാകും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.